ഇലയിലെത്തിക്കണം. ഇതാണ് തുളസി. നീ കണ്ടുതരാണ് നാട്ടിലിങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ തുളസി. എന്താ പറയുക, ഇത് ചെറിയ മുളകിന് എന്താ ചീന പറങ്കി, ആ മുളക്. ഇത് സാധാ പച്ചമുളക്. ഇത് റേഷൻ പൊട്ട് ഉണ്ടാവുക. പിന്നെ കാരണവലെ കലവിരുതുകൾ അങ്ങനെ അത് നല്ല കണ്ടിയില്ലേ എന്നെ കലവിരുത്. ഇത് കിണറ്റിനടിച്ചതാണ്. ഇവിടെ ചക്ക ഉണ്ട്. ഇത് പിന്നെ കൈതച്ചക്ക എന്ന് പറയും. കൈത മീൻസ് കൈത. ഇത് കൈതച്ചക്ക. പിന്നെ അതാക്കണം ഇവിടെ മറ്റേ ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് കാഴ്ചയില്ലല്ലോ അല്ലേ ഡ്രാഗൺ ഫ്രൂട്ട്. ഇതൊക്കെ കെട്ടി കൊടുത്തണ്. ഇത് രണ്ടായില്ല. നോമ്പിൻ്റെ പണി കഴിഞ്ഞാണ്. ചെമ്പും പാത്രമൊക്കെ വേണ്ട കൈകി വെച്ചിക്കണു. കുറേ ചെമ്പും പാത്രം കിണറ്റുമ്മലും പഴുമ്മലും ഇതും കൊട്ട ഉണ്ടാക്കണം. കുറേ കൊട്ടയും കയറും പാത്രവും ഒക്കെ ഇവിടെ ഇങ്ങനെ പഠിക്കും. ഇത് പിന്നെ ഒന്ന് കണ്ടതല്ലേ, പ്രാവശ്യം ഒരു വീഡിയോസിൽ കണ്ടതാണ്. ഇതൊക്കെ കാക്കകളും കുയിലുകളും പക്ഷികളും. ഡ്രാഗൺ ഫ്രൂട്ട് കൂടെ ചക്കപ്പഴം. വെള്ളരിയൊക്കെ ഉണ്ടല്ലോ. വെള്ളരി കുമ്പളല്ല കായ്ച്ചീനു. എവിടെ എങ്ങോട്ട് ചാക്കത്ത് കൊടുക്കാം കേട്ടോ. വലുതായിക്കണു. ആ മാഷാ അല്ലാ. അതൊക്കെ എടുക്കണല്ലേ. അത് പൊട്ടിച്ചാനയക്കണു. മൂത്തുക്കണു. അപ്പം എന്നാ പൊട്ടിച്ചാലേ കണ്ടന്റ് ആവും. കുമ്പളം ഉണ്ടായിക്കണം അവിടെ. കുമ്പളം പക്ഷെ ഇവിടെ സൂം ചെയ്താൽ ഇങ്ങനെ. ഇവിടെ മീൻകുളം കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ല. ആമ്പലൊക്കെ ചെറിയ ഗപ്പികളാണ്. ഗപ്പിക്കുഞ്ഞന്മാരാണ്. ഗപ്പിക്കുഞ്ഞന്മാർ. ആമ്പൽ കൊക്ക് വരലുണ്ടപ്പോൾ. മറ്റേ കൊക്കുകൾ വന്നാണ്ട് ഇതല്ലേ കൊണ്ടുപോകലില്ല മൊത്തം. ഇതാണ് കൊക്ക് വരാതിരിക്കാൻ വേണ്ടി കൊക്കിനെ ഉണ്ടാക്കി വെച്ചാണ് കാരണത്. കറിവേപ്പ്. റസിയാത്താൻ്റെ കറിവേപ്പിൻ്റെ മരത്തുമ്മൽ മറ്റേതൊക്കെ ഉണ്ടായിക്കണല്ലോ, കിളിക്കൂട്. ഒരു ഫ്ലൈറ്റ് അങ്ങനെ പോകുന്നതാണ്. എയർപോർട്ടിൽ ഇറങ്ങാനൊരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. കൊണ്ടോട്ടി എയർപോർട്ടിലേക്ക് ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അറിയാം, ഒരു ടാറ്റ വരുന്നുണ്ട്. ഇതാണ് പൂമ്പാറ്റൻ്റെ ചെടി. പൂമ്പാറ്റ ചിത്രശലഭം എന്നൊക്കെ പറയുന്നത്. അത് വരാനുള്ള ചെടി. അത് ഇപ്പോൾ വിത്തൊക്കെ ഉണ്ടായിരിക്കും. എന്താണല്ലോ കാരണോല് ഉണ്ടാക്കിയ ഓരോ കലാവിരുദ്ധകളാണ്. 3 ഇരിക്കാനും 1 വെക്കാനും ഒരു വെക്കും. പിന്നെ നിറച്ച് പ്രാവശ്യം പൂട്ട് ഇത് പറിച്ചാൽ പഴുത്തതൊന്നും ഇവിടെ ഞാൻ പറിച്ചു. ഒരു വിമാനമാണ് പോണ് കൊണ്ടോട്ടി ഇറങ്ങാൻ. ഒരു പ്ലെയിനേ കൊണ്ടോട്ടി ഇറങ്ങാൻ പോണതാ. അയാൾ ചാറ്റ് തരുന്നുണ്ട്. പൈലറ്റ് എന്നെ പരിചയം ഉണ്ടായില്ല. അയാൾ എന്നെ എവിടുന്നോ കണ്ട് പരിചയമുണ്ട്. അങ്ങനെ ഇപ്പോൾ ടാറ്റ തന്നത്. ഞാൻ ഇവിടുന്ന് ഇത് പഴുത്തുക്കണേ ഇവിടുന്ന് തന്നെ. എനിക്കറിയില്ല. ഇതിപ്പോൾ എന്നപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ ഈ 3 എണ്ണം. അന്ന് വന്നപ്പോൾ 1 ഉള്ളേനു. ഞാൻ വന്നപ്പോൾ 1 ഉള്ളായിരുന്നു. ഒന്ന് ടേബിളും 1 ഇരിക്കണമല്ലേ. മറ്റേതാ ചോദിച്ചു. ചായക്ക് വെള്ളം വെച്ചിക്കണം. എന്താ ചെയ്യുക പറ്റിയില്ല. അവിടെ പെണ്ണൂൻ്റെ അവിടുത്തെ വെള്ളമുണ്ട്. മുജിൻ്റെ അവിടെ അതാക്കണു. ചെറിയൊരു സ്പൂണ് അതാക്കണു. നിങ്ങൾ വയസ്സായ അങ്ങനെയൊക്കെ കാരണം പ്രായമായില്ലേ. 50 വയസ്സായില്ലേ. എന്താ 50 വയസ്സ് കയറിയപ്പോൾ നിങ്ങൾക്ക് ഒന്ന് 50 വയസ്സായി എന്നിട്ടേ മകനായില്ലേ 10 വയസ്സ്. അല്ല മോൻ്റെ പാടെന്താ? മോൻ്റെ താത്താനോട് ചോദിച്ചു.
മോൻ്റെ പേരല്ല മോൻ്റെ വിശേഷം എന്താന്ന് വെച്ച് എന്താ അറിയണോ? വരുന്നുണ്ടോ? നിങ്ങൾ മുള്ളൻചക്ക മേളിത്തെ പറിച്ചോട് നിൽക്കണത്? ആ മേളിലുള്ള പറിച്ചോട് നിങ്ങൾ മുള്ളൻചക്ക? ആ എന്തേ? അതെനിക്ക് പയക്കാൻ വെച്ചതേനി. അത് നല്ല മൂത്തതല്ലേ ഇനിയോ? എന്നിട്ടാ എന്താ നിങ്ങൾ? ആ അതാ ഞാൻ ചോദിച്ചത്. അതെനിക്ക് പയക്കാൻ വേണ്ടിയിട്ട് വെച്ചതേനി. എന്നിട്ടോ? അതല്ല ചോദിച്ചു. നിങ്ങൾ എത്ര എണ്ണം പറിച്ചോ വന്ന് പഴുത്തത്? ആ പിന്നെ തോരൻ വെച്ച് നോക്കാം. നിങ്ങൾ തോരൻ വെക്കൂല, കഴിക്കൂല? എന്നാളൊക്കെ വെച്ചാണ് അങ്ങോട്ട് ഒരു ചൈന വെച്ചിട്ട് അതിന്റെ ചോരയെ ഇഷ്ടമല്ല, അത് ഛർദ്ദിക്കാൻ മോളിക്ക് ഉച്ചക്കളാന്ന് തിന്നപ്പോഴേ ആ ചിലവർക്ക് അങ്ങനെ തോന്നുന്നത്. ഒത്തിട്ട് കുഴപ്പമില്ല. കൂട്ടാൻ വെച്ചാലല്ലേ കൂട്ടാൻ വെക്കാൻ പറ്റുള്ളൂ. വെച്ചോക്കാണ്ട് ഞാനേ പറ്റില്ല തിന്നല്. ഞങ്ങൾ വെച്ചോക്കി. ഞാൻ കറിയൊക്കെ വെക്കലുണ്ട്. കറിയൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ. തോരൻ വെച്ചാലും ടേസ്റ്റാ. ഇറച്ചി മസാലപ്പൊടി ഒക്കെ ഇട്ടാണ്. ആ ബീഫിന്റെ മസാല ഇടുക. ബീഫിന് രണ്ടെണ്ണം ചെറിയ വേവിൻ്റെ അമ്മമാക്കും കൊടുത്തു. രണ്ടെണ്ണം ഒത്തിരി ഉള്ളൂ. ആരമ്മാക്ക്? വേവിൻ്റെ അമ്മക്ക്. ആ എടുക്ക് മറ്റെടുത്തുക്കോ. കറക്കുന്നുമോക്കോ താഴെ കുടിത്ത് ഇവിടക്ക് അതിന് മുളഞ്ഞാക്കാം. അപ്പം ബലോട്ട് ഉണങ്ങിയില്ലേ? ആരെ കൈ കുടിത്ത് ഉണങ്ങി എത്ര മാനം ഉണ്ടല്ലോ. ഞാൻ പോയാലോ? നോൽമ്പഞ്ഞിട്ടു എവിടക്ക്? കോഴിക്കോട്ടേക്ക്. നോൽമ്പഞ്ഞിട്ടു എത്തേക്ക്? നോൽമ്പഞ്ഞിട്ടോ? അതെനിക്ക് ചായണ്ട. മോളി വെളു പോയോ? ഇന്നും അല്ല ലുലു വന്നിട്ട് എത്ര ദിവസമായി? ഒന്നെങ്കിലും നിങ്ങളതിന് ഇവിടെ ഉണ്ടായില്ലോ. ഞാൻ വീട്ടിക്ക് പോകലില്ല. ആയി ഞാൻ വിളിച്ചുമ്പോഴൊക്കെ നിങ്ങൾ പുറത്താ. സ്കൂളിട്ടോ? ഞാൻ വന്നൂന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടീനു. ചായ എന്താ ചായ? കടുപ്പത്തിൽ ചായ. കടുപ്പത്തിൽ മൂത്തച്ചിക്ക് അങ്ങനെ ഭയങ്കര സ്നേഹിച്ചൊരു കൊല്ലും. കാരണവരെ വൈഫാണ് ചായ ഉണ്ടാക്കിയത്. എന്താ അതൊക്കെ ഉണ്ടാക്കിക്കണോ? എന്തത്? എന്താ നിങ്ങൾക്ക് പറയാനും മടി? എത്ര തോന്നെ ചായപ്പൊടി കെട്ടിക്കണ്? ഒരു സ്പൂൺ ചായപ്പൊടി. അത് ഈ കളറ് ഇതിൻ്റെ കളറ് മറ്റേ ബ്രാൻഡിയും ബിസ്ക്കൊക്കെ കുടിച്ചിട്ട് കളറായിക്കുന്നു. കളറില്ല നിങ്ങൾ പറഞ്ഞേ? പഞ്ചസാര ഇട്ട് നോക്കട്ടെ. എത്ര ലോഡ് പഞ്ചസാര കാരണവര് കഴിക്കുന്നുണ്ടോക്കട്ടെ. കട്ടൻ ചായ ആണെങ്കിലും ഒരു കയ്യിൽ പഞ്ചസാര. എങ്ങനെ ഇവരൊക്കെ തടി മണ്ണല്ലാതൊക്കെ? നമ്മളെങ്ങനെ കഷ്ടപ്പെട്ട് തടി കുറക്കുക, തടി കൂട്ടുക. ഞാൻ തീരെ മധുരം കൂട്ടുന്നില്ല. അതിൻ്റെ അതിന് വെള്ളമില്ല. നിങ്ങളാ വലുത് കുഞ്ഞുമൊഴിച്ച് ഇവിടെ ഒന്നും ഉണ്ടായി നിങ്ങൾക്ക് എടുത്തുവെച്ചത്. അതൊക്കെ ആണല്ലോ. കിളികളുണ്ടായിരിക്കും പറഞ്ഞു. കിളികളല്ല ഇന്നമ്മ പറിച്ചുണ്ടായിരിക്കും പറഞ്ഞു. സാധനം കാണാനല്ല. അവൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് അവിടെ പോയിക്കാൻ വെച്ചിരുന്നു. അപ്പം ഉമ്മ പറഞ്ഞിട്ടില്ലല്ലോ അവിടുന്ന് മേളിൽ നിന്ന് പറിച്ചത്. ആ കയ്യത്തിനോടുത്ത് പറിച്ചു വന്നാൽ മതി തോരൻ വെക്കാൻ. ഏതാ മേളിലുള്ളതോ? അതന്നെ പറഞ്ഞത്. ഇവിടെ എടുത്ത ചാമതി കണ്ടുമാ നിന്റെ കയ്യമ്മ മുറിയാവൂല. അതറിയില്ല എനിക്ക്. ഞങ്ങൾ ആയുധം വെച്ച് കളിക്കുന്ന മനുഷ്യന്മാരല്ലേ? എന്താ കരുത്? ആയുധം വെച്ച് കളിക്കുന്ന മനുഷ്യന്മാരല്ലേ? അപ്പം നമ്മളെ കയ്യിലും മുറിവാവില്ല.
അതറിയില്ല. 600 ആവില്ല. അതമ്മനെ മുഖം പാടിക്കണേ. 100 ആവും. എൻ്റെ അമ്മ പാടിക്കണം നമ്മളെ മുഖം. അനക്കൊന്നുമല്ല 100 ആവില്ല. നാട്ട് പോരുന്നുണ്ടോ? ആയില്ല. അതെന്താ അതെന്തല്ലാത്ത തെറ്റിയോ? ഞാൻ എവിടെ കൂടിയും പോകലില്ല. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എവിടെ കൂടിയും പോലെ ഞാൻ എപ്പോഴും വിളിച്ച ആവശ്യം ഉണ്ടെങ്കിൽ കാര്യത്തിന് മാത്രം പോകും. പിന്നെ ഇവിടെ വരുന്നില്ല. ഞാൻ എവിടേക്കും പോകില്ല. കത്തി അനച്ചാൻ പാടില്ല. ആവശ്യം എല്ലായിടത്തും കിച്ചു പോകാതൊക്കെ പറ്റും. വീഡിയോയിൽ കത്തി ഇട്ടാൻ പാടില്ല. ആ എന്നിട്ട് ഞാൻ എല്ലായിടത്തും കൂടി ഇങ്ങനെ വണ്ടി അടക്കണം. ഉമ്മ കലിപ്പിനാണ്, കട്ടക്കലിപ്പിൽ. ഞാനൊക്കെ കുറേ എല്ലാവരും നോക്കിയത് വരും. അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഉറക്കരുത്. അപ്പം ഞാൻ വന്ന് കടന്നു ഭയങ്കര ഉറക്കരുത്. ഞാൻ രാവിലെ പോവും. നീ നോമ്പിന് ഒരു ദിവസം ഒൻപിനല്ലേ നോമ്പിന് ഒരു ദിവസം വരണം. ഒരു ദിവസം പത്തിരി ഇതൊക്കെ കുറേ കാലമായില്ലേ കഴിച്ചിട്ട്, ബീഫും പത്തിരി. അങ്ങനല്ലേ ഒരു ദിവസം. അത് നോമ്പിന് പറഞ്ഞാൽ വേറെ ഇല്ല. നോമ്പിന് അതിന് രസം. അപ്പോൾ ബിരിയാണി ഇപ്പം നമ്മൾ പെരുന്നാൾക്ക് അറിയണ മാതിരി അല്ലല്ലോ. ബിരിയാണി ഇപ്പം നമ്മളൊന്നും ഉണ്ടാക്കണില്ല. പക്ഷെ അന്ന് കഴിക്കണത് ഇന്ന് കഴിക്കണ വ്യത്യാസമല്ലേ. രണ്ടും വെറൈറ്റിയാണ്. അല്ല ഇപ്പോൾ പൂരപ്പറമ്പിൽ കുറേ അലുവ പൊടി മാറിയതുണ്ടാവും. അലുവയും ജിലേബിയൊക്കെ നല്ല സ്ഥലത്ത് പോയി അതിലാറ് ഉഷാറായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടൂലേ. പക്ഷെ എന്തിനാന്നിട്ട് പൂരപ്പറമ്പിൽ തന്നെ ആൾക്കാർ വാങ്ങണേ? അത് പറയും. അതെന്തിനാ വാങ്ങണേ? ഓർക്ക് ആയിട്ടില്ല. അതൊരു അതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. സിസ്റ്റോമെട്രോളജിയ അങ്ങനെ വരുന്നത്. എന്ത് മോളജിയ? പത്തിരി പൊടി വെച്ചുണ്ടാക്കുന്ന നേരം അവിടെ പോയാൽ പിന്നെ 30 ഉറുപ്പിക എടുത്താലും ഒരു ബാക്ക് പത്തിരി കിട്ടും. എത്ര ഉണ്ടാവല്? എത്രണ്ണാണാവോ അറിയില്ല. പിന്നെ അര പത്തിരി കഴിച്ചതൊക്കെ ഇന്നും ഇവിടെ ഇന്നും ഉണ്ടാക്കിയിരുന്നു പത്തിരി. ഇന്നും ആദ്യത്തെ താത്ത കേട്ടോ പോയി. നിങ്ങൾ കേട്ടോ പോയി. ഞാൻ പോട്ടാ. ഞാൻ അമ്മാനോട് എനിക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ പറയണം വിചാരിച്ചിന്. കൊറേ കാലം അന്ന് അല്ല നിങ്ങൾ ആദ്യമൊക്കെ ഉണ്ടാക്കിനല്ലോ. അതന്നെ അമ്മ പറഞ്ഞു. നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയ കാര്യം പറഞ്ഞത്, ഇപ്പത്തെ അല്ല പറഞ്ഞത്. അന്ന് നിങ്ങൾ ഉണ്ടാക്കിയപ്പോ നല്ല രസമുള്ള നെയ്യപ്പം ഉണ്ടായി. അപ്പൊ അതന്നെ പറഞ്ഞത്. അന്ന് നിങ്ങൾ ഉണ്ടാക്കുമ്പോ അത് കഴിക്കാനാണ് നമുക്ക് ഇഷ്ടം. അത് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് വിളിച്ച് പറയണം വിചാരിച്ചിരുന്നു. ഞാൻ നെയ്യപ്പം ഉണ്ടാക്കാൻ പോയി ചിപ്പിട്ട് ഒരാൾ തിന്നാന്നല്ലാതെ ഇച്ചറിയില്ല. ഇപ്പോൾ ഉപ്പിട്ട് തിന്നാം. ഉപ്പിട്ടോളം കഞ്ഞിട്ട് കുടിച്ചോ അല്ലെങ്കിൽ പോയി. അല്ല പണ്ട് ബീഫ് ഉണ്ടാക്കിയപ്പോൾ ഇപ്പം എന്താ നെയ്യ് വാരി കുടിച്ചണ മാതിരി. അത് വല്ലാത്ത സംഭവമില്ലേ. മഹാരാജിൻ്റെ പിറ്റേന്നല്ലേ